വെൽക്കം ടു ദിസ് ട്യൂട്ടോറിയൽ. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ അറേസ് എന്താണെന്നും ഒരു വൺ ഡയമെൻഷണൽ അറേ എന്താണെന്നും അതിൻ്റെ മാപ്പിംഗ് എങ്ങനെയാണെന്നും മെമ്മറിക്കുള്ള മാപ്പിംഗ് എങ്ങനെയാണെന്നുമാണ് നമ്മൾ ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ലെറ്റ്സ് സ്റ്റാർട്ട്. അറേയുടെ ഡെഫിനിഷൻ എന്താണ്? അറേ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹോമോജീനിയസ് ഡാറ്റ ടൈപ്സിൻ്റെ കളക്ഷനാണ്. അതായത് ഒരേപോലത്തെ ഡാറ്റ ടൈപ്പുകളുടെ ഡാറ്റ എലമെൻസിൻ്റെ ഒരു ഫൈനൈറ്റ് ഓർഡേർഡ് കളക്ഷനെയാണ് നമ്മൾ അറേ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നെയിം ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്, അത് മൊത്തം ഒരു അറേ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അറേ ഓഫ് ഇൻഡിവിജ്വൽസ് ടു സ്റ്റോർ ഏജ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്, അതും ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. അപ്പോൾ അറേ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് സെയിം ഡാറ്റ ടൈപ്പിൻ്റെ എലമെൻസിൻ്റെ ഒരു കളക്ഷൻ, അതിങ്ങനെ ഒരു ഓർഡേർഡ് ആയിട്ടുള്ള കളക്ഷൻ വിത്ത് എ ഫൈനൈറ്റ് നമ്പർ ഉണ്ടാകും. അതിനാണ് നമ്മൾ അറേ എന്ന് വിളിക്കുന്നത്. ഇനി ഡാറ്റ സ്ട്രക്ചറിൻ്റെ കൺസെപ്റ്റിൽ പറയുകയാണെങ്കിൽ അറേ എന്ന് പറയുന്നത് ഒരു ലീനിയർ ഡാറ്റ സ്ട്രക്ചറാണ്. കാരണം ഒരു ലീനിയാരിറ്റി, ഒരു കോളം ബേസാണ്, ഒരു സിംഗിൾ കോളത്തിൻ്റെ കാര്യമാണ് അറേ നമുക്ക് പറയുന്നത്. അപ്പോൾ അവിടെ ലീനിയർ ഡാറ്റ സ്ട്രക്ചറാണ്. പിന്നെ നമുക്ക് കൂടുതലും അറേ എന്ന് പറയുന്നത് ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്പ് ആയിട്ടാണ് വരുന്നത്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഒരുവിധം എല്ലാ ഡാറ്റാസും നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ, റെക്കോർഡ്സൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു കോളം ബേസ്ഡ് ഡാറ്റ സ്ട്രക്ചർ വേണം. അപ്പോൾ അത് ഒരു മാൻഡറ്ററി ആയിട്ടുള്ള ഒരു ആവശ്യമായ കാരണം തന്നെ ഒരു എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലും അറേ എന്ന് പറയുന്നത് ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്പ് ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഇനി അറേ എന്താണെന്ന് അറിയണേക്കാൾ മുമ്പ് അതിൻ്റെ കുറച്ച് ടേംസുകൾ അറിയണം. അറേയുടെ ഫസ്റ്റ് ടേമാണ് സൈസ്, അറേ സൈസ്. അറേ സൈസ് എന്ന് പറയുന്നത് എന്താണ്? ആ അറേയിൽ ഉള്ള നമ്പർ ഓഫ് എലിമെൻസിൻ്റെ എണ്ണം, ആ എലമെൻസിൻ്റെ എണ്ണത്തിനെയാണ് നമ്മൾ അറേയുടെ സൈസ് എന്ന് പറയുന്നത്. നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ നമ്മൾ എത്ര വാല്യൂസ് അതിൽ കയറ്റണം, എത്ര എലമെൻറ്റ്സ് അതിൽ കയറ്റണം, അതിൻ്റെ നമ്പറിനെയാണ് നമ്മൾ പറയുന്നത് അറേയുടെ സൈസ് എന്ന് പറയുന്നത്. ഇനി അറേ ടൈപ്പ്. അറേ ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഏത് ഡാറ്റ ടൈപ്പാണ് നമ്മൾ ആ അറേനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ അറേ സ്ട്രക്ചറിൽ, ഡാറ്റ സ്ട്രക്ചറിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന എലമെൻസിൻ്റെ ഏത് ഡാറ്റ ടൈപ്പാണ്, അതാണ് ഏത് അറേ ടൈപ്പ്. ഇപ്പം നമ്മൾ സെറ്റ് ഓഫ് റോൾ നമ്പേഴ്സാണ് സ്റ്റോർ ചെയ്യണമെന്ന് വെച്ചാൽ, അതൊരു ഇൻറ്റീജർ ആയിട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്യണമെന്ന് വെച്ചാൽ അതെന്തായിരിക്കും? അറേ ഇൻറ്റ് ഡാറ്റ ടൈപ്പ് ആയിരിക്കും. അതേപോലെ നമ്മളിപ്പോൾ നെയിംസ് ഓഫ് സ്റ്റുഡൻസിൻ്റെ ക്ലാസ് ആണെങ്കിൽ നമ്മൾ ആ സ്റ്റുഡൻസ് ഡീറ്റെയിൽസ് നമ്മൾ സ്ട്രിങ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ആ സ്ട്രിങ്സിനെ അപ്പോൾ ഡാറ്റ ടൈപ്പ്, അറേയുടെ ഡാറ്റ ടൈപ്പ് എന്തായിരിക്കും? സ്ട്രിങ് ആയിട്ട് മാറും. അപ്പോൾ അതാണ് ഡാറ്റ ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അറേയുടെ നേരത്തെ പറഞ്ഞില്ല, അറേ ടൈപ്പ് എന്നാണ് ഉദ്ദേശിച്ചത്. ഇനി അടുത്ത് പറയുന്നത് എന്താണ്? ബേസ്. അറേയുടെ ബേസ് എന്താണെന്ന്. അറേയുടെ ബേസ് എന്ന് പറയുമ്പോൾ നമ്മൾ അറേക്ക് വാല്യൂസ് സ്റ്റോർ ചെയ്യുമ്പോൾ അവിടെ മെമ്മറിയിൽ പോയിട്ടാണ് സ്റ്റോർ ആവുന്നത്, അല്ലേ? നമ്മുടെ സിസ്റ്റം നോക്കും? സിസ്റ്റത്തിൻ്റെ മെമ്മറി എവിടെയൊക്കെയാണ് ഫ്രീ എന്നുള്ളത് നോക്കും. ആ ഫ്രീ ഉള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടാണ് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ വാല്യൂസ് അസൈൻ ചെയ്യുമ്പോൾ അതുകൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ ഈ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ഏത് മെമ്മറി ലൊക്കേഷനാണോ സ്റ്റാർട്ടിങ് വാല്യൂ, അറിയത്തെ ഫസ്റ്റ് വാല്യൂ കൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, ആ അഡ്രസ്സാണ് നമ്മുടെ ബേസ്. ആ മെമ്മറി ലൊക്കേഷനാണ് നമ്മുടെ അറേയുടെ ബേസ് എന്ന് പറയുന്നത്. അതായത് ബേസ് ഓഫ് എൻ അറേ ഇസ് ദ അഡ്രസ് ഓഫ് ദ മെമ്മറി ലൊക്കേഷൻ വെർ ദ ഫസ്റ്റ് എലിമെൻറ്റ് ഇൻ ദ അറേ ഈസ് ലൊക്കേറ്റഡ്. നമ്മൾ അറേക്ക് വാല്യൂസ് ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് എലമെൻറ്റ് എവിടെയാണോ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത്, മെമ്മറിക്ക് ഓരോ അഡ്രസ്സുകളുണ്ടല്ലോ, അല്ലേ? അപ്പോൾ ആ അഡ്രസ്സ്, ആ മെമ്മറി ലൊക്കേഷനാണ് ഫസ്റ്റ് വാല്യൂ സ്റ്റോർ ചെയ്യണ മെമ്മറി ലൊക്കേഷനാണ് നമ്മൾ പറയുന്നത് അറേയുടെ ബേസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ഇൻഡെക്സ്. ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒരു സബ്സ്ക്രിപ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് അതിലത്തെ ഓരോ എലമെൻസിനും കിട്ടാനായിട്ട്, റെഫർ ചെയ്യാനായിട്ട് നമ്മൾ സബ്സ്ക്രിപ്റ്റ് കൊടുക്കും. അതാണ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ എ ഓഫ് ഐ അല്ലെങ്കിൽ എ ഓഫ് ബ്രാക്കറ്റിലായിട്ട് നമുക്കതിനെ റെപ്രസെൻ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളൊരു കുറേ എലമെൻറ്റ്സ് കയറ്റുണ്ടെങ്കിൽ, ഇപ്പോൾ 1 to 100 വരെയുള്ള എലമെൻറ്റ്സ് കയറ്റുണ്ടെങ്കിൽ അതിൻ്റെ 10th എലമെൻറ്റ് കിട്ടാൻ എ ഓഫ് 10 എന്നാണ് പറയുക, അല്ലേ? അപ്പോൾ അതാണ് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് വരുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ഇൻഡെക്സ് എന്ന് പറയുന്നത്.
ഇനി അടുത്ത ടെർമിനോളജിയാണ് എന്ത്? റേഞ്ച് ഓഫ് ഇൻഡെക്സ്. ആ ഇൻഡെക്സിൻ്റെ റേഞ്ച് എവിടെ വരുന്നു? നമ്മൾ ഓരോ എലിമെൻസും കിട്ടാനായിട്ട് കൊടുക്കുന്ന ആ സബ്സ്ക്രിപ്റ്റിൻ്റെ റേഞ്ച് എവിടെ തൊട്ട് എവിടെ വരെയാണ്. അറേക്ക് നമ്മളത് ബോണ്ടായിട്ട് കൊടുക്കണം. അപ്പോൾ സ്റ്റാർട്ടിങ് ഒരു ലോവർ ബോണ്ട് ഉണ്ടാവും, പിന്നെ എൻഡിങ് ഒരു അപ്പർ ബോണ്ട് ഉണ്ടാവും. ഇതാണ് അതിൻ്റെ ബൗണ്ടറി എന്ന് നമ്മൾ പറയാം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? റേഞ്ച് ഓഫ് ഇൻഡെക്സ് എന്ന് പറയാം. അതായത് ഒരു അറേക്ക് എവിടം തൊട്ട് എവിടം വരെയുള്ള വാല്യൂസാണ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്, എത്ര റേഞ്ച് വരെ സ്റ്റോർ ചെയ്യുന്നുണ്ട് നമ്മൾ. അതിന് നമ്മൾ അറേയുടെ സൈസ് നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മൾ പറയും അല്ലേ, അറേക്ക് ഒരു സൈസ് പറയും. സിയിലാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് എ ഓഫ് സൈസ് ബ്രാക്കറ്റിൽ കൊടുക്കുക ചെയ്യുക. ഇപ്പോൾ എ ഓഫ് 100 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റേഞ്ച് ഓഫ് ഇൻഡെക്സ് എവിടം തൊട്ട് എവിടം വരെയാണ്? 0 to 99 വരെയാണ്. പക്ഷേ ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഇപ്പോൾ പാസ്കലിലൊക്കെ ആണെങ്കിൽ നമ്മൾ റേഞ്ച് സ്പെസിഫൈ ചെയ്യും. ഏത്? ലോവർ റേഞ്ചും അപ്പർ റേഞ്ചും നമ്മൾ സ്പെസിഫൈ ചെയ്യണം. അപ്പോൾ എ ഓഫ് ബ്രാക്കറ്റിൽ 5 തൊട്ട് 15 വരെ പറയുകയാണെങ്കിൽ അതിൻ്റെ ലോവർ ബോണ്ട് 5ഉം അപ്പർ ബോണ്ട് 15 ആയിരിക്കും. അപ്പോൾ ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് വ്യത്യാസം ഉണ്ടാവും. അറിയെന്ന് പറയുന്നത് ബിൽഡിനായ കാര്യം കൊണ്ടാണ് നമുക്കിത് വരുന്നത്. ഇവിടെ നമുക്ക് റേഞ്ച് എന്ന് പറയുമ്പോൾ സിയിലാണെങ്കിൽ, സി പ്രോഗ്രാമിലാണെങ്കിൽ നമുക്ക് നമ്മൾ 100 ആണ് അതിൻ്റെ സൈസ് കൊടുത്ത് അറേയുടെ നമ്മൾ റേഞ്ച് സ്പെസിഫൈ ചെയ്തെന്ന് വെച്ചാൽ അതിൻ്റെ ലോവർ ബോണ്ട് അപ്പർ ബോണ്ട് റേഞ്ച് വരുന്നത് 0 to 99 ആയിരിക്കും. അപ്പോൾ അതാണ് എന്ത്? റേഞ്ച് ഓഫ് ഇൻഡെക്സ്. ഇൻഡെക്സസ് ഓഫ് അറേ എലിമെൻറ്റ്സ് will change from a lower bound to an upper bound, which are the boundaries of an array. This is specified as the range of index. ഇനി അടുത്ത ടെർമിനോളജി പറയുന്നതാണ് എന്ത്? വേർഡ്. ഈ വേർഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു എലിമെൻറ്റിൻ്റെ സൈസിനെയാണ് ഈ വേർഡായിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യണം. എലിമെൻ്റിൻ്റെ സൈസ്, നമ്മൾ സ്റ്റോർ ചെയ്യണ എലിമെൻറ്റിൻ്റെ സൈസ്, അതിനെയാണ് നമ്മൾ ഓരോ വേർഡ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. ഈ വേർഡ് എന്ന് പറയുന്നത് ഓരോ മെഷീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വേർഡ് എന്ന് പറയുക. ഇപ്പോൾ ചില മെഷീനിൽ ഒരു വേർഡ് എന്ന് പറഞ്ഞാൽ 8 bits ആയിരിക്കും ഒരു വേർഡ് എന്ന് പറയാം. ചില മെഷീൻസിൽ 16 bits ആയിരിക്കും ഒരു വേർഡ്. അപ്പോൾ അത് ഓരോ മെഷീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വേർഡിൻ്റെ ആ സൈസ് വരുന്നത്. നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ എലിമെൻറ്റ്സ് ആ മെഷീൻ എങ്ങനെയായാലും ഒരു മെഷീനാണല്ലോ. അപ്പോൾ ആ മെഷീനിൽ നമ്മളൊരു എലിമെൻറ്റ് സ്റ്റോർ ചെയ്യുമ്പോൾ എത്ര വേർഡ്സ് എടുക്കേണ്ടി വരുന്നുണ്ട്, അതാണ് നമുക്ക് ഇവിടെ അറിയേണ്ട ആവശ്യമുള്ളത്. മോസ്റ്റ്ലി നമുക്ക് 1 word ആയിരിക്കും. ചില കേസുകളിൽ മാത്രം ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ വേർഡ്സ് നമുക്ക് ആവശ്യം വരും. അപ്പോൾ ഇതാണ് ബേസിക്കായിട്ട് അറേൻ്റെ കുറേ ടെർമിനോളജി നമുക്ക് അറിഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? സൈസ്, അറേയുടെ സൈസ്, അറേയുടെ ടൈപ്പ്, അറേയുടെ ഡാറ്റ ടൈപ്പാണ് ഉദ്ദേശിക്കുന്നത്, പിന്നെ അറേയുടെ ബേസ്, മെമ്മറി ലൊക്കേഷൻ, അറേയുടെ ഇൻഡെക്സ് എന്താണ്, റേഞ്ച് ഓഫ് ഇൻഡെക്സ് എന്താണ്, വേർഡ് എന്താണ്. ഇനി നമ്മൾ 1 dimension അറേക്ക് കിടക്കുകയാണ്. ഈ അറേ തന്നെയാണ് നമ്മൾ മെയിനായിട്ട് 1 dimension അറേ എന്ന് പറയുന്നത്. പിന്നെയാണ് വേറെ മൾട്ടി ഡയമെൻഷൻ അറേയുള്ളത്. അപ്പോൾ അറേ 1 dimension അറേ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു സിംഗിൾ കോളമുള്ള ഒരു അറേ, അല്ലെങ്കിൽ ഒരു സിംഗിൾ സബ്സ്ക്രിപ്റ്റ് വെച്ചിട്ട് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു അറേനെയാണ് നമ്മൾ എന്ത് പറയുക? 1 dimension അറേ. അതായത് ഒരു കോളം അല്ലെങ്കിൽ ഒരു റോ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. ഒരു ലീനിയറിൽ സ്റ്റോർ ചെയ്യുന്ന ഒരു അറേനെയാണ് നമ്മൾ എന്ത് പറയുക? 1 dimension അറേ എന്ന് പറയാം. ഇനി അതിൻ്റെ എങ്ങനെയാണ് മെമ്മറി ലൊക്കേഷൻ വരുന്നതെന്നുള്ളത് നമുക്ക് കാണാം. ഇവിടെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് നോക്കിയാൽ അറിയാം. നമ്മുടെ അറേ നമ്മളിപ്പോൾ 1 to 100 വരെയുള്ള വാല്യൂസ്, സബ്സ്ക്രിപ്റ്റിലുള്ള വാല്യൂസിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് എലിമെൻ്റ് എവിടെയാണ്? നമ്മുടെ മെമ്മറി അഡ്രസ്സ്, അതായത് ബേസ്, നമ്മുടെ അറേയുടെ ബേസ് ആയിട്ടുള്ള ഒരു മെമ്മറി ലൊക്കേഷനിലായിരിക്കും നമ്മുടെ ഫസ്റ്റ് എലിമെൻറ്റ് സ്റ്റോർ ആവുക. ഫസ്റ്റ് എലിമെൻറ്റ് സ്റ്റോർ ആയി കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് വേർഡ് ലെങ്ത് എത്രയാണോ അത് വെച്ച് ഇൻക്രീസ് ചെയ്ത് മെമ്മറി ലൊക്കേഷൻ ഇൻക്രീസ് ചെയ്തിട്ട് നമ്മൾ ഓരോ എലിമെൻസിനെയും സ്റ്റോർ ചെയ്ത് വെക്കും. ഇപ്പോൾ സിംഗിൾ വേർഡ്, ഇപ്പോൾ ഇവിടെ കൺസിഡർ ചെയ്തിട്ടുള്ള 1 word ലെങ്ത് ആണ് നമ്മൾ ഓരോ എലിമെൻറ്റ്സ് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യണം. അപ്പോൾ ഇവിടെ mth അഡ്രസ്സ്, ഇപ്പോൾ ഒരു 500 ആണ് നമ്മുടെ ബേസ് അഡ്രസ്സ് എന്ന് വെച്ചാൽ 500 ആണ് അഡ്രസ്സ് മെമ്മറി ലൊക്കേഷനിൽ നമ്മൾ ഫസ്റ്റ് എലിമെൻറ്റ് സ്റ്റോർ ചെയ്ത് വെക്കണം 500. അപ്പോൾ 501-ലായിരിക്കും സെക്കൻഡ് എലിമെൻറ്റ്, 502-ലായിരിക്കും അടുത്ത എലിമെൻറ്റ്, അങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ മെമ്മറിയിൽ അറേനെ അലോക്കേറ്റ് ചെയ്ത് പോവുക. അപ്പോൾ ഇവിടെ നമുക്ക് അതിന് ഒരു അറേയുടെ അഡ്രസ്സ് കിട്ടാനായിട്ട്
ഇപ്പോൾ 1 വേർഡ് ലെങ്ത് ഉള്ള ഒരു എലിമെൻറ്റിൻ്റെ ആണെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻ നമുക്ക് എങ്ങനെ കിട്ടാം? ആ ബേസ് അഡ്രസ് പ്ലസ് സബ്സ്ക്രിപ്റ്റ് -1. സബ്സ്ക്രിപ്റ്റ് -1 എന്തുകൊണ്ടാണ് -1 വരുന്ന കാരണം എന്താണ്? നമ്മൾ ഫസ്റ്റ് ആ അഡ്രസ്സിലാണ് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. അതായത് ഫസ്റ്റ് എലിമെൻറ്റ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് 500-ലാണ്, അല്ലാണ്ട് 500+1 സ്റ്റോർ ചെയ്യും. അപ്പോൾ അവിടെ ഒരു -1 ഒരു വ്യത്യാസം വരും. അതാണ് ഇവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. കാരണം നമുക്കറിയാം നമ്മൾ അറേ സ്റ്റോർ ചെയ്യുമ്പോൾ 0, 1, 2, 3 അങ്ങനെയാണ് നമ്മൾ പറയാം അല്ലേ? അറേൻ്റെ സ്റ്റോറേജ് വരുമ്പോൾ ഇപ്പോൾ നമ്മൾ റേഞ്ച് പറയുമ്പോൾ 100 സൈസ് എന്താണ് 100 ആണ് നമ്മൾ അതിൻ്റെ റേഞ്ച് ഓഫ് ഇൻഡെക്സ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം അതിൻ്റെ സബ്സ്ക്രിപ്റ്റ് വരുന്നത് 0 to 99 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു -1 അപ്പോൾ അവിടെ സ്പെസിഫൈ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് എന്താണ് ആ അഡ്രസ്സ് നമുക്ക് കിട്ടും. AF5ൻ്റെ അഡ്രസ്സ് കിട്ടാൻ അതിൻ്റെ ബേസ് അഡ്രസ് പ്ലസ് ആ സബ്സ്ക്രിപ്റ്റ്. ഇപ്പോൾ AF10ൻ്റെയാണ് നമുക്ക് അഡ്രസ്സ് വേണ്ടതെന്ന് വെച്ചാൽ AF10ൻ്റെ അഡ്രസ്സ് കിട്ടാനായിട്ട് എന്താണ് ബേസ് അഡ്രസ്സ് 500 ആണ് പ്ലസ് 10 -1. അപ്പോൾ 509 ആയിരിക്കും നമുക്ക് അവിടെ അഡ്രസ്സ് കിട്ടുക. ഇപ്പോൾ നമുക്ക് സെക്കൻഡ് എലിമെൻറ്റിൻ്റെയാണ് കിട്ടേണ്ടതെന്ന് വെച്ചാൽ AF2 ആണ്. AF2ൻ്റെ അഡ്രസ്സ് കിട്ടണമെങ്കിൽ എന്താണ് 500 + 2 -1. അപ്പോൾ എത്രയാണ് 501 അല്ലേ? 501-ലാണ് ഇവിടെ നമ്മൾ വാല്യൂ സ്റ്റോർ ചെയ്യുക. കാരണം എന്താണ് ഇവിടെ 500-ലാണ് സ്റ്റോർ ചെയ്തിട്ടുള്ള ഫസ്റ്റ് എലിമെൻറ്റ്, 501-ലാണ് സെക്കൻഡ് എലിമെൻറ്റ് സ്റ്റോർ ചെയ്യുക. ഇനി നമുക്ക് അതിൻ്റെ ജനറൽ ആയിട്ടുള്ളൊരു ഇക്വേഷൻ നമുക്ക് വേറെ ഉണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലൊക്കെ ലോവർ ബൗണ്ട് അപ്പർ ബൗണ്ട് സ്പെസിഫൈ ചെയ്യും. സിയിൽ മാത്രമാണ് നമുക്ക് അപ്പർ ബൗണ്ട് മാത്രം നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ലോവർ ബൗണ്ടും അപ്പർ ബൗണ്ടും സ്പെസിഫൈ ചെയ്യും. അതേപോലെ ചിലപ്പോൾ ഓരോ എലിമെൻറ്റ്സിനും വേർഡ് ലെങ്ത് നമുക്ക് വ്യത്യാസം വരാം. അപ്പോൾ നമ്മുടെ ജനറൽ ആയിട്ടുള്ള ഫോമുല അല്ലെങ്കിൽ ഇൻഡെക്സിങ് ഫോമുല എന്നും അതിനെ പറയും. എന്താണ് അഡ്രസ് AF5ൻ്റെ അഡ്രസ് എന്ന് പറയുന്നത് ബേസ് അഡ്രസ് പ്ലസ് I - L ഇൻറ്റു വേർഡ്. എത്ര വേർഡ്സ് എടുക്കുന്നുണ്ടോ അത് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളതിൻ്റെ നമ്മളെന്ത് ആഡ് ചെയ്യണം. ഇതാണ് നമ്മുടെ ജനറൽ അഡ്രസ്സ് വരുന്നത്. ഇവിടെ ഇപ്പോൾ ലോവർ ബൗണ്ട് നമ്മുടെ ഇപ്പോൾ ഇവിടെ സിയുടെ കേസിൽ എന്താണ് ഇവിടെ ഇപ്പോൾ 2 തന്നെ എടുക്കാം. AF2 ആണ് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ 500 + 2 - 0 അല്ലേ? 2 - 0 ഇൻറ്റു വേർഡ് ലെങ്ത്. അത് എത്രയാണ് വേർഡ് ലെങ്ത് വരുന്നത് അതായിരിക്കും. അപ്പോൾ ഇവിടെ 502 ആണ് വരാം. അതെന്തുകൊണ്ടാണ്? ഇവിടെ ലോവർ ബൗണ്ടും അപ്പർ ബൗണ്ടുള്ള കേസിലാണ്. അവിടുത്തെ അഡ്രസ്സിൽ ഇപ്പോൾ പാസ്കൽ ലാംഗ്വേജിലൊക്കെയാണ് ഇങ്ങനെയാണ് അതിൻ്റെ അഡ്രസ്സ് വരിക. നമ്മുടെ C പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമുക്ക് അഡ്രസ്സ് കാണാനായിട്ട് നമുക്ക് M + I - 1 എന്ന ഇക്വേഷൻ നമുക്ക് ചെയ്താൽ മതി. ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഇക്വേഷൻ. ഇതാണ് ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ നമുക്ക് പറയുന്നത്. ലോവർ ബൗണ്ടും അപ്പർ ബൗണ്ടും ഉള്ള ഒരു അറേ ഓഫ് ലോവർ ബൗണ്ട് ആൻഡ് അപ്പർ ബൗണ്ട്. അതിനുള്ള ഫോമുലയാണിത്, ഇൻഡെക്സിങ് ഫോമുല. ഇനി നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ലോജിക്കൽ വ്യൂവും ഫിസിക്കൽ വ്യൂവും എന്താണ് വ്യത്യാസം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ലോജിക്കൽ വ്യൂവിൽ നമ്മൾ എന്താ കാണുന്നത്? നമുക്ക് നമ്മുടെ ലോവർ ബൗണ്ട് എന്താണെന്നറിയാം, അപ്പർ ബൗണ്ട് എന്താണെന്നറിയാം. അതിനുള്ളിലാണ് നമ്മുടെ വാല്യൂസ് ഉള്ളത്. നമ്മുടെ ഒരു വാല്യൂസ് ഇപ്പോൾ റോൾ നമ്പേഴ്സ് ആണെങ്കിൽ റോൾ നമ്പേഴ്സ് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ള ഒരു അറേ നമുക്കറിയാം. ഇത്രയാണ് നമ്മുടെ വ്യൂവിൽ നമ്മൾ കാണുന്നത്. പക്ഷേ നമ്മുടെ സിസ്റ്റത്തിൽ ഫിസിക്കലായിട്ട് അത് മാപ്പിംഗ് ചെയ്യുന്നത് എവിടെയാണ്? ഒരു ബേസ് അഡ്രസ്സ് ഉണ്ട്. ആ ബേസ് അഡ്രസ്സ് തൊട്ടിട്ട് ഓരോ വേർഡ് ലെങ്ത് ഈ ഇക്വേഷൻ ഈ മാപ്പിംഗ് ഫങ്ഷൻ വെച്ചിട്ടാണ് അതിൽ എന്ത് ചെയ്യുന്നത്? ഓരോ വാല്യൂസും സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഈ ബേസ് അഡ്രസ്സ് വെച്ചിട്ട് അതിലൂടെ ഓരോ ഇൻഡെക്സിൻ്റെയും വാല്യൂസ് നമ്മൾ ഈ അഡ്രസ്സിലേക്കായിരിക്കും സ്റ്റോർ ചെയ്ത് നമ്മൾ വെക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ലോജിക്കൽ വ്യൂവും ഫിസിക്കൽ വ്യൂവും തമ്മിലുള്ളൊരു വ്യത്യാസം. ഇത്രയാണ് നിങ്ങൾക്ക് മെയിനായിട്ട് ഒരു അറേ എന്താണെന്നും അതിൻ്റെ മാപ്പിംഗ് അലൊക്കേഷനും ഒക്കെ എന്താണെന്ന് അറിയുന്നത്. നെക്സ്റ്റ് നമ്മൾ അറേയിലുള്ള ഓപ്പറേഷൻസാണ്. ഡാറ്റ സ്ട്രക്ചറിൽ നമ്മൾ നടത്തുന്ന ഓപ്പറേഷൻസാണ്. അതാണ് നമ്മൾ അടുത്ത ട്യൂട്ടോറിയലിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ താങ്ക് യു.